മാതാപിതാക്കൾ മരണപ്പെട്ട ഡയാന മുത്തശ്ശിയോടൊപ്പമായിരുന്നു ജീവിച്ചിരുന്നത്. മുത്തശ്ശി തീപ്പെട്ടി ഉണ്ടാക്കി വിറ്റായിരുന്നു അവരുടെ ഉപജീവനം നടത്തിയിരുന്നത്. അന്ന് വലിയ തണുപ്പും മഞ്ഞുവീഴ്ചയും ഉണ്ടായിരുന്നതിനാൽ മുത്തശ്ശിക്ക് നടക്കുവാൻ കഴിവില്ലായിരുന്നു. അതിനാൽ 8 വയസ്സ് മാത്രം പ്രായമുള്ള ഡയാന അന്ന് തീപ്പെട്ടിയുമായി വിൽപ്പനയ്ക്കിറങ്ങി. കൊടും തണുപ്പിലൂടെ പഴകി കീറി തുടങ്ങിയ ഒരു ഉടുപ്പ് മാത്രമിട്ട് നഗ്നപാതയായി ആ പെൺകുട്ടി നടന്നു. പലരോടും തീപ്പെട്ടി വാങ്ങുവാൻ ആവശ്യപ്പെട്ടെങ്കിലും ആരും ഒന്നും വാങ്ങിയില്ല. ഈ തീപ്പെട്ടി വിറ്റെങ്കിൽ മാത്രമേ അവർക്ക് ഭക്ഷണവും മുത്തശ്ശിക്ക് മരുന്നും വാങ്ങുവാൻ പണം ഉണ്ടാകുമായിരുന്നുള്ളൂ. തണുപ്പിലൂടെ നടന്ന് കൈകാലുകൾ മരവിച്ച ആ പെൺകുഞ്ഞ് ഒരു തീപ്പെട്ടി എടുത്ത് കത്തിച്ച് തൻ്റെ കൈകാലുകളുടെ മരവിപ്പ് അകറ്റാൻ ശ്രമിച്ചു. അന്ന് പകൽ മുഴുവൻ അവൾ ശ്രമിച്ചിട്ടും ഒന്നും വിൽക്കുവാൻ കഴിഞ്ഞില്ല. തണുപ്പിൽ വിറച്ച് അവൾ ഒരിടത്തിരുന്നു. അടുത്ത ദിവസം പ്രഭാതത്തിൽ തണുത്ത മരവിച്ച മൃതശരീരമത്രേ നാട്ടുകാർ കാണുന്നത്. അന്ന് പകൽ അവൾ കണ്ടുമുട്ടിയവരും അവളെ അറിയാവുന്നവരുമായ പലരും വളരെയേറെ സങ്കടപ്പെടുകയും കരയുകയും ചെയ്തു. അവർ അവളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ദാ മുത്തശ്ശിയും കട്ടിലിൽ മരിച്ചു കിടക്കുന്നു. എല്ലാവരും കൂടി വേദനാപൂർവം മൃതശരീരങ്ങൾ അടക്കം ചെയ്തു. മരണത്തിന് ശേഷമാണ് മിക്കവർക്കും മൃതപ്പെട്ടവരോട് മനസ്സലിവ് തോന്നുന്നത്. അന്ന് പകൽ ആരെങ്കിലും ആ പെൺകുട്ടിയുടെ തീപ്പെട്ടികൾ വാങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ 2 ജീവനും രക്ഷിക്കാൻ കഴിയുമായിരുന്നു. എല്ലാവരുടെയും അലംഭാവം 8 വയസ്സുള്ള ആ പെൺകുഞ്ഞും മുത്തശ്ശിയും ഒരേ ദിവസം മരിക്കുവാൻ കാരണമായി. മരണത്തിന് ശേഷം എന്തെല്ലാം ചെയ്താലും ജീവൻ രക്ഷിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. സ്വന്തം മക്കൾ പോലും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. മാതാപിതാക്കൾ ജീവനോടിരിക്കുമ്പോൾ അവരുടെ അരികിലൊന്ന് വരുവാൻ പോലും സമയമില്ലാത്ത വിധം എല്ലാവരും തിരക്കിലാണ്. മരണപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് വേണ്ടി പണം മുടക്കി ആർഭാടത്തോടെ ശവസംസ്കാര പരിപാടികൾ നടത്തുകയും കല്ലറകൾ മോടി പിടിപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരുടെ മരണശേഷം ചിലവഴിക്കുന്ന സമയവും പണവും അവർ മരിക്കുന്നതിന് മുൻപ് ചിലവഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ കുറേ നാൾ കൂടെ നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നു. എല്ലാവരും മരണശേഷം പ്രകടിപ്പിക്കുന്ന ദുഃഖവും സ്നേഹവും കരുതലും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ കൊള്ളാം. എന്നല്ലാതെ അതുകൊണ്ട് എന്ത് ഗുണം? വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യുവാൻ നമുക്കെല്ലാവർക്കും സാധ്യമായി തീരട്ടെ. അതിനായി നമുക്ക് തയ്യാറാകാം.